ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഞാനൊരു അടിപൊളി വെറൈറ്റി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാംഗോ ചോക്ലേറ്റ് കേക്ക്. വാഞ്ചോ കേക്കിന് ചെയ്യുന്നത് പോലെ വാനില സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് വാനില സ്പഞ്ച് തയ്യാറാക്കാം. അപ്പോൾ അതിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം 1/2 കപ്പ് മൈദ ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മിക്സിംഗ് ബൗളിൽ വെള്ളമൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിലെത്തുന്നത് വരെയാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് പതുക്കെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനം ഒന്ന് സ്പാച്ചുല വെച്ച് സൈഡൊന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ മിക്സ് ആവാതെ കിടക്കുന്ന മൈദയെല്ലാം മിക്സായി കിട്ടും. ഇനി ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സോസ് പാൻ്റെ അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേക്ക് ഇതിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഈ സോസ് പാൻ വെച്ചിട്ട് 15 to 20 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുക. ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി എക്സ്ട്രാ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്തായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് ഇതുപോലെ ചെയ്യാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ കൊക്കോ പൗഡറും എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ടെടുക്കാം. കൊക്കോ പൗഡർ ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് കൊക്കോ പൗഡർ ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ 1-2 തവണ കൂടി ഒന്ന് അരിച്ചെടുത്താലും മതി. ഇത് മാറ്റി വെക്കാം. അടുത്തായിട്ട് മിക്സിംഗ് ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നേരത്തെ പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക.
നമ്മൾ നേരത്തെ വാനില സ്പഞ്ച് ഉണ്ടാക്കിയ അതേ സോസ് പാനിൽ തന്നെയാണ് ഈ ചോക്ലേറ്റ് സ്പഞ്ചും ചെയ്യുന്നത്. നേരത്തെ പോലെ 15 to 20 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വാനില സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കേക്ക് അസംബിൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ രാത്രിയാണ് ഇത് ചെയ്തത്. അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. നമ്മുടെ കേക്കൊക്കെ ഇവിടെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1.5 കപ്പ് ക്രീം. പിന്നെ മാങ്ങ 2 എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ്. അത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഗനാഷാണ്. ഇനി 2 കേക്ക് നമുക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് വാഞ്ചോ ചെയ്യുന്ന പോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും എടുത്തിട്ട് ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് യെല്ലോ കളർ ചേർത്തിട്ട്, മാങ്ങയുടെ ആ ഒരു കളറിന് വേണ്ടിയിട്ട് യെല്ലോ കളർ ചേർത്തിട്ട് അതുപോലെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലാത്ത കാരണം വേറൊരു മെത്തേഡാണ് ചെയ്യുന്നത്. മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് അതിന് മുകളിൽ മാംഗോ കട്ട് ചെയ്ത് ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാം. ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ക്രീം ഒഴിച്ച് കൊടുക്കുക, സാധാ എല്ലാ കേക്കും പോലെ. അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ ക്രീം വെച്ചതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി വാനില കേക്ക് വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. ക്രീം തേച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് കേക്കിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷും വാനില കേക്കിന് മുകളിലായിട്ട് മാങ്ങ കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് എല്ലാ ലെയറും ഇതുപോലെ ചെയ്യുക. അപ്പോൾ വാനില കേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാനില എസൻസിന് പകരമായിട്ട് വേണമെങ്കിൽ മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെയും ചെയ്യാം. എന്തായാലും നമുക്ക് ആ മാങ്ങയുടെ ആ ടേസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടും. ഇനി ലാസ്റ്റ് ലെയർ വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ടും ക്രീം തേച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ കേക്കിന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയിട്ട് അതിൽ യെല്ലോ കളർ ഒഴിച്ചിട്ട് നമ്മൾ വാഞ്ചോ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് പോലെ ചെയ്യാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് മുകളിലായിട്ട് ഒഴിച്ചിട്ട് അതിന് മുകളിൽ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഓർഡർ എടുത്ത് ചെയ്യുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഓർഡർ പിടിക്കാവുന്നതാണ്. ഇത് 1 കിലോ കേക്കിൻ്റെ റെസിപ്പിയാണ്. 800 മുതൽ 900 വരെയൊക്കെ നമുക്കിതിന് റേറ്റ് വാങ്ങിക്കാവുന്നതാണ്. ഓരോ സ്ഥലത്തിനനുസരിച്ചും കേക്കിന് റേറ്റിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് തീരുമാനിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.